കൊയിലാണ്ടി കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപത്തുള്ള ബീച്ചിൽ തീപിടുത്തം. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് തീ പടർന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ തീ നിയന്ത്രണാതീതമായി വ്യാപിക്കുകയായിരുന്നു. ബീച്ചിൽ നിന്നുള്ള പച്ചില മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിടത്താണ് തീപിടുത്തമുണ്ടായത്. മേഘ ചേരുകയാണ് നമ്മളോടൊപ്പം. മേഘ, ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത് കൂട്ടിയിട്ട മാലിന്യങ്ങൾ തീ പടർന്നതിനാലാണോ? എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? സിന്ദൂരി, നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കോഴിക്കോട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപത്ത് തീപിടുത്തം ഉണ്ടായത്. ജൈവ മാലിന്യത്തിനാണ് തീ പിടിച്ചത്. പ്രദേശവാസികളാണ് ആദ്യം കണ്ടത്. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. വെള്ളിമാട് കുന്ന്, ബീച്ച്, കൊയിലാണ്ടി എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. ഏകദേശം 9 മണിയോടുകൂടി തീ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആളുകൾ തീവച്ചതാവാം എന്നൊരു സംശയമാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഏതായാലും വിശദമായ അന്വേഷണം സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കും. മേഘ, ഈ ആളുകളൊക്കെ എത്തുന്ന ബീച്ചാണോ? ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ്. ഇവിടെ ആളുകളൊക്കെ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ബീച്ചിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ആളപായമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശക്തമായ പുകയെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ തന്നെയും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ തീപിടുത്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. തീ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുകയായിരുന്നു. ഏതായാലും ഫയർഫോഴ്സ് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ പരിശോധിച്ചു വരികയാണ്. മേഘ, കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് സമീപത്തുള്ള ബീച്ചിലാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് വൈകിട്ട് 6 മണിയോടെയാണ് കൂട്ടിയിട്ട ജൈവ മാലിന്യങ്ങൾക്ക് തീ പിടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 9 മണിയോടെ തീ പൂർണ്ണമായും കെടുത്തുവാൻ സാധിച്ചു. സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഓഫീസർമാർ നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.